join through Zoom. ഹല്ലേലൂയ. സ്വതന്ത്രം ഞാനിങ്ങനെ രാവിലെ ചിന്തിച്ചൊരു വിഷയമാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങൾ പാടിയ പാട്ടിൻ്റെ അകത്ത് തന്നെ ഈ സ്റ്റോമിനെ പറ്റി ഒരു ഹല്ലേലൂയ എത്ര മാത്രം സ്റ്റോം ഉണ്ടായാലും ഒരു ഹല്ലേലൂയ അവിടെ കടന്നു വന്ന് രക്ഷിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഹല്ലേലൂയ. സ്വതന്ത്രം എനിക്ക് അത് ചിന്തിക്കുവാനിടയായി. Amen. Today morning I was thinking about hallelujah, a storm, hallelujah, which comes in people's life. Any kind of storm that comes in people's life, even the song we sang, hallelujah, when the storm comes, there is a God who comes into that storm and delivers us. നിങ്ങൾക്കറിയാമായിരിക്കും ഈ മൊറേവിയൻ ബ്രദേഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ട്. മൊറേവിയൻസ് ബ്രദേഴ്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്കുള്ള ഒരു കപ്പൽ യാത്രയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഹല്ലേലൂയ സ്തോത്രം. അന്നൊരു അതിലൊരു ആംഗ്ലിക്കൻ ഒരു പ്രീച്ചറും അന്ന് അവിടെ ആ സെയിലുണ്ടായിരുന്നു. Yeah, so I would like to share our story about the Moravian brothers, hallelujah, who traveled, hallelujah, in a in a ship. And in that there was an Anglican priest while they are traveling. Preacher, okay, minister, okay. ഹല്ലേലൂയ. ആ സമയത്ത് ഭയങ്കരമായ ഒരു സ്റ്റോം അടിക്കുവാനിടയായി. And on their boat a huge storm struck. അന്നേരം ഈ ആംഗ്ലിക്കൻ മിനിസ്റ്ററും പിന്നെ മറ്റുള്ളവരെല്ലാവരും കൂടെ കൂടി കപ്പലിൻ്റെ കൂടി പ്രാർത്ഥിക്കാനായിട്ട് ഈ മിനിസ്റ്റർ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഹല്ലേലൂയ, ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കാൻ. I mean, the Anglican minister asked the crew in the boat, hallelujah, to pray so that the storm will be stopped. ആ സമയത്ത് ഹല്ലേലൂയ അവര് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ചെറുപ്പക്കാർ അവിടെ നിന്ന് അവരിതൊന്നും ഗൗണ്യൊക്കെ അവർ സ്തുതിക്കുകയും പാടുകയും ഇങ്ങനെ അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പാടുന്ന ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടു സന്തോഷത്തോടെ. I mean, in that midst there was a group of youngsters which instead of praying they were worshiping, thanking God and eating the food. അവരുടെ മുഖമാണെങ്കിൽ ചില സൂര്യനെ പോലെ പ്രകാശിച്ച് അവർ വളരെ സന്തോഷത്തോടെ, അത്രയും വലിയ പ്രതികൂലമായ കാറ്റടിച്ചിട്ടും അവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന കാണുവാനായിട്ട്. I mean, hallelujah, in their face they shined, hallelujah, there was light that shined, hallelujah, and even in that district around that hard times they were still praising and thanking, and they had joy in their life. ഉടനെ ഹല്ലേലൂയ സ്തോത്രം ഈ ആംഗ്ലിക്കൻ മിനിസ്റ്റർ ചോദിച്ചു, നിങ്ങൾ എന്തുവാ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ വരാതെ, നിങ്ങൾ എന്തുവാ ഇങ്ങനെ പാട്ട് പാടി ഇങ്ങനെ സന്തോഷിച്ചോട്ട് അവിടെ ഇരിക്കുന്നത്? The Anglican minister asked these youngsters, why are you different? Hallelujah, why are you not praying even though we are all in the storm? Hallelujah, why are you rejoicing? അവർ പറഞ്ഞു, ആ ചെറുപ്പക്കാർ പറഞ്ഞു, ഞങ്ങള് മൊറേവിയെന്ന് വരുന്ന മൊറേവിയക്കാരാണെന്ന് പറയുവാനിടയായി. They shared that they came from the land of Moravia. ഞങ്ങൾ മൊറേവിയൻ ബ്രദേഴ്സ് എന്ന് പറയുവാനിടയായി. And they called themselves the Moravian brothers. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവരോട് ചോദിച്ചു, ഈ ആംഗ്ലിക്കൻ മിനിസ്റ്റർ ചോദിച്ചു, നിങ്ങളെന്തോ ഇത്രയും ഹാപ്പി ആയിട്ട് ഹല്ലേലൂയ ഇരിക്കുന്നെന്ന് ചോദിക്കുവാനിടയായി. And then the minister again asked, why are you still happy even though we are all in the storm? ഹല്ലേലൂയ സ്തോത്രം. അവര് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വസിക്കുന്ന ഒരു കർത്താവുണ്ട്, ആ കർത്താവാണ് ഈ സ്റ്റോമിനെ നിയന്ത്രിക്കുന്നത്. Amen, hallelujah. The Moravian brothers answered, hallelujah, that we worship our God, hallelujah, who is the one who created this storm. നമ്മളൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ നമ്മളെന്തോ ചെയ്യുമെന്നറിയോ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്റ്റോമിനെ ശാസിക്കുന്നെന്ന് പറയും. പക്ഷെ അവരത് ചെയ്തില്ല. ഹല്ലേലൂയ സ്തോത്രം. I mean, if we were in that place, we would have said, in the name of Christ Jesus, let the storm go. We might have said like that. കാര്യം അതിനെ സകലത്തെയും സൃഷ്ടിച്ച കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ ആ കർത്താവ് ശിഷ്യന്മാരും വളരെ പ്രയാസപ്പെട്ടപ്പോൾ ആ സ്റ്റോമിന്റെ മേളിൽ കൂടെ നടന്നു വന്നൊരു കർത്താവാണ് നമ്മളെ സൂക്ഷിക്കുന്നു, സംരക്ഷിക്കുന്നു എന്നുള്ളത് ആ മൊറേവിയൻ ഹല്ലേലൂയ ബ്രദേഴ്സിന് അവർക്ക് വളരെ വിശ്വാസമുണ്ടായിരുന്നു. I mean, the Moravian brothers came to that level of faith in which they were able to say that even though the storm comes in their life, hallelujah, they serve a God who came in the midst of the storm and gave the joy and peace. ഓക്കെ, ഞങ്ങള് ഹല്ലേലൂയ സ്തോത്രം അല്ല, കർത്താവ് ഞങ്ങളെ രക്ഷിച്ചില്ല, ഞങ്ങൾ ഡ്രോണായി ഞങ്ങൾ താഴ്ന്നും വെള്ളത്തിൽ പോയാലും ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ലെന്ന് ആ ബ്രദേഴ്സ് പറയുവാനിടയായി. And the brothers even replied that even if the storm overwhelms and destroys us, we have no regret, because we have served the Lord and we know where we are going. ആ ആംഗ്ലിക്കൻ മിനിസ്റ്റർ ചിന്തിച്ചു,
എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ ഈ ആൾക്കാരുടെ വിശ്വാസമില്ല? The Anglican minister asked himself, why does I not have a faith like these brothers? ആ മിനിസ്റ്ററുടെ പേരാണ് ജോൺ വെസ്ലി. പിന്നത്തേയിൽ ജോൺ വെസ്ലിയായി ഹല്ലേലൂയ ലോകത്തെ മുഴുവനും ഇളക്കിമറിച്ച ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു പ്രീച്ചറായി മാറുവാനിടയായി. അദ്ദേഹത്തിന്റെ പേരാണ് ജോൺ വെസ്ലി. ഹല്ലേലൂയ സ്തോത്രം. Amen. This incident changed that Anglican minister, and his name is John Wesley, who later became a big fighter for the word of God, and he stood for the truth, and that's how hallelujah he was able to defend hallelujah for Christ Jesus. ആ സഹോദരന്മാരിൽ കൂടെ അദ്ദേഹത്തിന്റെ കണ്ണ് തുറക്കുവാനിടയായി. Amen. Through that, brothers, the eyes of this minister was opened in order to grow up to the faith where he ought to reach. നമ്മളെ ഹല്ലേലൂയ നമ്മളെ ആരാധിക്കുകയും സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നത് വെറും ഒരു മനുഷ്യനല്ല. ഹല്ലേലൂയ മനുഷ്യനായി ഈ ലോകത്തിൽ വന്നെങ്കിലും ദൈവം മനുഷ്യനായി വന്നതായ കർത്താവാണ് നമ്മുടെ കർത്താവ്. Amen. We are not worshiping and hallelujah praising a man, hallelujah, but we are praising a God who came as a man, hallelujah, dwelt among us, and he died and rose from the grave and still lives, and he is mediating for us, and he is our savior. ശിഷ്യന്മാർ ഇതുപോലെ യാത്രയിലായിരുന്നപ്പോൾ അന്ന് ഉണ്ടായ സംഭവത്തില് കർത്താവ് വന്ന് അതിനെ നിർത്തിയപ്പോൾ ശിഷ്യന്മാർ തന്നെ ചോദിച്ചു, ഇവനാര്? കടലും സ്തോത്രം എല്ലാം സ്റ്റോം എല്ലാം ഇവനെ അനുസരിക്കുന്നല്ലോ എന്ന് പറയുവാനിടയായി. Amen. Hallelujah. When the disciples faced a similar storm in their life, hallelujah, Jesus came in midst of the storm and commanded, hallelujah, the waves to still and the wind to blow still, hallelujah. And when it was seen by his disciples, the disciples asked themselves, what kind of man is this? Like even the wind and the waves obey him. ഹല്ലേലൂയ. ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. Amen. Hallelujah. That God is the God we serve. ഇങ്ങനെയുള്ള അവസരത്തിലൊന്നും നമ്മൾ ഇതിനെയൊന്നും ശാസിക്കാൻ പോകണ്ട. ശാസിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് തരുന്ന ചില വിഷയങ്ങളിൽ ശാസിക്കുന്നല്ല പറഞ്ഞ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യും, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവം ചെയ്തോളും. നമ്മൾ ചെയ്യാൻ പോകണ്ട. ദൈവം ചെയ്യേണ്ട ഭാവം ദൈവം ചെയ്യട്ടെ, കർത്താവ് ചെയ്യട്ടെ. അത് അത്ഭുതവും അടയാളവുമായി മാറട്ടെ. നമ്മളെ ഹല്ലേലൂയ കർത്താവ് ഉപയോഗിക്കും. അതിനായിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയാകട്ടെ. Amen. Let everything be done to the glory of the name of Christ Jesus. Amen. Hallelujah. Let Lord do. Hallelujah. We ought to give him the glory, honor and praise. അതുപോലെ തന്നെയാണ് നമുക്കറിയാം പൗലോസിന്റെ കപ്പൽ യാത്രയിലുണ്ടായ ഹല്ലേലൂയ. അപ്പോഴും ഹല്ലേലൂയ എല്ലാവരും ആഹാരം പോലും കഴിക്കാതെ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേക ദിവസങ്ങൾ അവർ വെളിച്ചം പോലും കാണാതെ നിന്നപ്പോൾ പൗലോസ് സാൻഡ്വിച്ച് എടുത്ത് തിന്നുകൊണ്ട് അവരെ പ്രബോധിപ്പിക്കുവാനിടയായി. Amen. Hallelujah. We have again seen in the life of Paul, hallelujah, who was also on a journey as a prisoner. Hallelujah. In that journey the storm hit. Hallelujah. Even though the storm hit, hallelujah, he had the faith in his God. Hallelujah. And he get the revelation, and with that revelation he was able to, hallelujah, uplift the people in that boat who were dying, hallelujah, or who were in anxious thoughts, hallelujah, uplift them so that they all ate and became strong, hallelujah, and able to reach the shores with one, hallelujah, life. ഈശാന്റെ മൂന്നിൽ അടിച്ചതിന് ശേഷം അപ്പോസ്തല പ്രവൃത്തി 27 20 കാണുവാൻ കഴിയും. വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ഒരു ആശയം അറ്റുപോയെന്ന് അവിടെ കാണുവാൻ കഴിയും. Amen. Hallelujah. It is said in Acts chapter 27, hallelujah, that hallelujah, they were without hope because they have not seen the sun, the stars for a long, because they were in the boat was in that kind of tempest, hallelujah, where they had lost all their hopes whether they would live any more minute. അവിടെ ഹല്ലേലൂയ പൗലോസ് അവിടെ പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, നിങ്ങൾ ധൈര്യത്തോടെ ഇരിപ്പീൻ, ആഹാരം കഴിപ്പീൻ. ഹല്ലേലൂയ സ്തോത്രം. എന്നോട് ദൈവം അരുളി ചെയ്തതുപോലെ തന്നെ അത് സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. Amen. Hallelujah. Paul uplifted the people. Hallelujah. Said that I saw the vision, and I am saying that whatever I saw in the vision and whatever is told in the vision, it shall come to pass. Therefore, eat the bread. Hallelujah. Be strong so that we will able to move forward day by day. കൊടുങ്കാറ്റിന്റെ നടുവിൽ ജീവനുള്ള ഒരു ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ അവിടെ വരുവാനിടയായി. Amen. In the midst of the storm, a vision, a living word entered into, hallelujah, the place, and it was seen by Paul. ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അതിന്റെ ഇടയിൽ
ദൈവത്തിന്റെ ആലോചന തരുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. I mean, in midst of all the circumstance, hallelujah, the heavenly, hallelujah, wisdom, our counsel shall come into your life. കൊടുങ്കാറ്റിൽ കൂടെ കടന്നു പോകാൻ അനുവദിക്കുമ്പോഴും ഹല്ലേലൂയ നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവിന്റെ വചനം. ഹല്ലേലൂയ. I mean, even though the Lord lets us pass through the storm, He gives us the strength from above, hallelujah, to face the storm and go through it. ഹല്ലേലൂയ. ഏതെല്ലാം നമുക്ക് സാഹചര്യങ്ങളും എന്തെല്ലാം സർപ്പങ്ങൾ ഉണ്ടായാലും ഹല്ലേലൂയ സ്തോത്രം, അവിടെ എല്ലാം നമ്മൾ വിശ്വാസത്തോടെ കർത്താവിൽ ആശ്രയം വെച്ചാൽ കർത്താവ് വിടുവിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. I mean, we have a God, hallelujah, who will deliver us, hallelujah, if we put our trust in Him, hallelujah. That is why we have to put our hope in the Lord, hallelujah, and He shall deliver us in the right time. ജീവനുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത വചനം ഈ ദിവസങ്ങളിൽ മുറുകെ പിടിക്കുവാനിടയാകട്ടെ. I mean, let us believe, let us hold on to the living word of living truth, the living life and promises of God, hallelujah, so that you will able to resist or be able to stand in all times of trouble. കൊടുങ്കാറ്റിന്റെ അനുഭവങ്ങൾ വന്നേക്കാം, എന്നാൽ ഹല്ലേലൂയ സ്തോത്രം അവിടെ എല്ലാം വാഗ്ദത്തത്തിന്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. I mean, may the Lord help you in holding on to His word, His promises, so that when a storm comes into your life, you stand strong with all the strength from above. കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം മനുഷ്യപുത്രനെന്ന് ഹല്ലേലൂയ സ്തോത്രം അനേകർ വിശ്വസിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ഹല്ലേലൂയ സ്തോത്രം. യേശുക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റിട്ടും ഹല്ലേലൂയ സ്തോത്രം അന്നും ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ കാണാം സ്റ്റീഫനെ ഹല്ലേലൂയ സ്റ്റീഫന്റെ അവസ്ഥ നമുക്കതൊന്ന് വായിക്കാം. സ്റ്റീഫനെ പറ്റിയുള്ള വിഷയം 7-ാം അധ്യായം. ഇപ്പോഴും ഹല്ലേലൂയ നമ്മൾ ചർച്ചകളിലൊക്കെ യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി ഹല്ലേലൂയ സ്തോത്രം ദൈവപുത്രൻ അല്ലെ ദൈവം എന്ന് ഹല്ലേലൂയ കാണാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 7-1 വായിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്നു പാർക്കും മുമ്പേ മെസ്സൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി. മതി ഞാൻ ഇത്രയും മതി. ഓ ആർ ദീസ് തിങ്സ് സോ ഇത് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഒരു ചോദ്യം മഹാപുരോഹിതൻ ചോദിക്കുന്നു. ആ ഒരു ചോദ്യത്തിന് ഒരു വലിയൊരു മെസ്സേജ് ഹല്ലേലൂയ സ്തോത്രം അദ്ദേഹം പറയുവാനിടയായി. ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. I mean, the high priest asked a question, that is, are these things so? And Stephen replied to that question. അതിന് ഹല്ലേലൂയ ആ വിഷയത്തിന് ഹല്ലേലൂയ സ്തോത്രം കംപ്ലീറ്റ് ഒരു ഹിസ്റ്ററി പറയുവാൻ ഇടയായി. When Stephen replied, he started with the initial stages of faith, which from Abraham until Christ Jesus, he explained it, hallelujah, how things happened, hallelujah. പക്ഷേ നമ്മൾ അതിൻ്റെ അവസാനം കാണുവാൻ അതിൻ്റെ ഒരു ഹല്ലേലൂയ 52-ൽ കാണുവാൻ കഴിയും. ഹല്ലേലൂയ ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഹല്ലേലൂയ 3 കാര്യം പറഞ്ഞുകൊണ്ടാണ്. I mean, when he finished the message after telling all these things, he said 3 things which strike the people. അതിന്റെ 7:52 വായിച്ചാട്ടെ. In Acts 7 verses 50. പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവന്റെ വരവിനെ കുറിച്ച് അതിന്റെ 51 വായിച്ചാട്ടെ. ശാഠ്യക്കാരും ഹൃദയത്തിന് ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവന്റെ വരവിനെ മതി. അതിൻ്റെ അകത്ത് 52 പറയുന്ന 3 കാര്യം. ഒന്ന്, ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പന ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ കീപ്പ് ചെയ്തിട്ടില്ല. നിങ്ങൾ യു ഡി നോട്ട് കീപ് ദി കമാൻഡ്മെന്റ് ഓഫ് ദി ലോ ഓഫ് ഗോഡ്. Amen, hallelujah. And the 3 things, one of the thing is that Stephen's mentioned is that the first thing is that you don't keep the commandment of the Lord. രണ്ടാമത് പറയുന്നത് നിങ്ങൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു അല്ലേ? I mean, the second thing Stephen mentioned is that you resist the Holy Spirit. പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്നത് നിങ്ങൾ
കർത്താവിനെ ബിട്രേ ചെയ്ത് കർത്താവിനെ കൊല്ലുവാനിടയായി. I mean, the third thing is that you betray God and his servants, hallelujah, and kill them. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം ഈ യഹൂദന്മാരെന്ന് പറയുമ്പോൾ അവര് ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഹല്ലേലൂയ, സ്തോത്രം. I mean, you should understand, Jews are the representatives of God, the chosen one by God. ഹല്ലേലൂയ, സ്തോത്രം. അതും സന്നിധ സംഘം, സനേഡ്രിയൻ അല്ലേ, സംഘത്തിലെ വലിയ വലിയ സന്നിത്ര സംഘം. സനേഡ്രിയൻ, ഹല്ലേലൂയ, സനേഡ്രൻ, പ്രീസ്റ്റ് ആൻഡ് സ്ക്രൈബ്സ് ആൻഡ് എൽഡേഴ്സ്. ഹല്ലേലൂയ, സ്തോത്രം. അവരെല്ലാം ട്രിനിറ്റിക്ക് എതിരാണ്, തൃത്വത്തിനെതിരാണ്. Amen. Hallelujah. The Sanhedrin, hallelujah, the council, hallelujah, that gathered, hallelujah, that consists of high priests, scribes, and the Pharisees, the Sadducees, hallelujah. These people were against the, hallelujah, truth, that is Trinity exists. അവിടെ ഹല്ലേലൂയ ഈ സ്റ്റീഫൻ അല്ലെ സ്തെഫാനോസ് പറയുന്നത് ദൈവം അല്ല യേശുക്രിസ്തു ദൈവമാണ്. Hallelujah, സ്തോത്രം. When Stephen mentions that Jesus is God, hallelujah, they were not ready to accept it. യേശുക്രിസ്തു മനുഷ്യപുത്രനാണ്. I mean, ദൈവപുത്രനാണ്, സോറി, ദൈവപുത്രനാണ്. I mean, when Jesus was mentioned, hallelujah, as the Son of God, they were not ready to accept it again. യേശുക്രിസ്തു ദൈവമാണ്. I mean, again, Jesus was God, they were not ready to accept it. പക്ഷെ അവരെന്ത് ചെയ്തു? അവര് ഹല്ലേലൂയ ഇത് ബ്ലാസ്ഫീമി ആണെന്നും പറഞ്ഞ് ഹല്ലേലൂയ അതുവരെ അത്രയും അവർ കേട്ടുകൊണ്ടിരുന്നു. കാര്യം സ്തെഫാനോസ് തുടങ്ങിയത് അബ്രഹാമിനെ പറ്റി വളരെ ഇതായിട്ടാണ് തുടങ്ങി വെച്ചത്. അബ്രഹാം എന്ന് കേൾക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞ് രണ്ടുപേരുടെ കാര്യമാണ് മെയിനായിട്ട് അവിടെ പറയുവാനിടയായത്. Amen, hallelujah. Stephen started his message by saying about Abraham, Moses, and all these prophets, hallelujah, that they used to, hallelujah, have reverence for. But when it came about two people, they were not ready to accept it. അവർ മറ്റുള്ള പ്രവാചകന്മാരുടെ പേരൊന്നും പറയാതെ രണ്ടുപേർ, ഒന്ന് ജോസഫും രണ്ട് മോസസും, ഈ രണ്ടുപേരുടെ കാര്യമാണ് നമ്മളിത് കാണുമ്പോൾ ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നു. ഈ രണ്ടുപേരുടെ പറയാനുള്ള കാരണമുണ്ട്. I mean, there were two people's name that is written, hallelujah, or prophets that Stephen mentioned in his discourse, hallelujah, towards that council, hallelujah. And the two prophets were Joseph and Moses. And there was a reason why he explained about them in his discourse. കാര്യം ജോസഫും ഒരു സേവിയറായിട്ട് വന്നതാണ്. I mean, the first thing about Joseph was that Joseph came into the land, hallelujah, of Egypt, and he became a savior to the people of Israel, or the family of Israel. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ ജോസഫ് കണ്ട ദർശനം പറഞ്ഞപ്പോൾ സഹോദരന്മാർ എന്ത് ചെയ്തു? എടുത്ത് കൊല്ലുവാൻ തീരുമാനിച്ചു. പിന്നെ അവസാനം പൊട്ടക്കിണറ്റിൽ ഇടുവാനിടയായി. I mean, when Joseph shared the vision or dream he got, hallelujah, the brothers whom he was to save, they disregarded and discredited and put him into the well and sold him out. മോശയുടെ കാര്യം പറയുമ്പോഴും അത് തന്നെയാണ്. മോശയും ഹല്ലേലൂയ എത്രയോ പ്രാവശ്യം അവർ കല്ലെറിയാനായിട്ട് ഒക്കെ തീരുമാനിച്ചു. Even about Moses, when he knew that he was to be a savior to them and came for them, they also discredited him, hallelujah, and argued and told him, are you coming again to kill us? I mean, so that is the two instances or the two places where, hallelujah, the people who were meant to save were discredited and they had to pull back. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണം, ഹല്ലേലൂയ, രക്ഷകനായി. അതുകൊണ്ടാണ് സ്തെഫാനോസ് മെയിനായിട്ട് ഈ രണ്ടുപേരുടെ കാര്യം എടുത്ത് പറയുവാനിടയായത്. Man, that's why Stephen had to mention these two people, hallelujah. The same way the people of that time discredited, hallelujah, the people who were meant to save, likewise they are discrediting, hallelujah, Jesus their savior also. നമുക്കറിയാം 40 വർഷക്കാലം അവരോട് ഹല്ലേലൂയ സ്തോത്രം. നമ്പേഴ്സ് ചാപ്റ്റർ 14 ആണെന്ന് തോന്നുന്നു. അവരോട് ദൈവത്തിന് അനിഷ്ടമുണ്ടായി. കാര്യം ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുന്ന ഒരു കൂട്ടമായി തീരുവാനിടയായി. Amen, hallelujah. The people who came out of the land of Egypt, hallelujah, they became a rebellious group, hallelujah, because, hallelujah, they, hallelujah, trusted in their own senses. They moved after their own wishes, hallelujah, and they rebelled against the God's chosen ones, hallelujah. ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്ത് പോയി ഹല്ലേലൂയ ഒറ്റ നോക്കുവാനായിട്ട് 12 പേരെ അയച്ചതിൽ
അവര് ഹല്ലേലൂയ തിരിച്ചു വന്ന് ഹല്ലേലൂയ എല്ലാവരും പറഞ്ഞു നല്ല സ്ഥലമാണ് എല്ലാം നല്ല. പക്ഷേ 10 പേരെ ദുർവർത്തമാനം പറഞ്ഞ് സഭയെ ഇളക്കുവാനിടയായി. Amen. Hallelujah. 12 were sent to spy the land which they were promised to receive. Hallelujah. The 12 entered the land. Hallelujah. They saw all the things. Hallelujah. They came back and they started sharing the report. Hallelujah. Out of the 12, only 2 were given. Hallelujah. Were able to give a word of faith or courage, while the rest gave ill word. And because of their ill word, they disturbed the camp of Israel, where they all started to murmur against the people or God's chosen ones. അവര് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാതെ അവര് പോയി ഒറ്റുനോക്കിയ കനാൻ ദേശത്തിലെ മല്ലന്മാരെയും മറ്റുള്ള ഹല്ലേലൂയ അധികായന്മാരെയും കണ്ട് ഹല്ലേലൂയ സ്തോത്രം ഭയത്തിന്റെ ആത്മാവിനെ പറഞ്ഞ് മറ്റുള്ള സഭയെ ഇളക്കുവാനിടയായി. Amen. Hallelujah. What happened is that they went, hallelujah, they saw, hallelujah, the good of the land. They saw their enemy also. Hallelujah. When they saw the enemy, they came back with their thoughts and with that, hallelujah, truth, and they came back and told the camp. And that what caused disturbance inside the camp, because the spirit of fear entered into them. Hallelujah. And they started and causing ill words to be shared, and that could disturb the entire camp, and that caused the murmuring of the people of Israel. ഇപ്പോഴും അനേക ചർച്ചകളിലൊക്കെ ഹല്ലേലൂയ സ്തോത്രം ഈ ഭയത്തിന്റെ ആത്മാവ് പറഞ്ഞ് പ്രസംഗിച്ച് ആൾക്കാരെ പേടിപ്പിച്ച് അവിടെ ഇരുത്തി പോകുന്ന അനേക ചർച്ചകളുണ്ട്. There are churches which share or men, hallelujah, give the message with the spirit of fear. Hallelujah. And that caused disturbance in the camps. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ശക്തിയുടെ ബലത്തിന്റെ ആത്മാവിനെയാണ് കർത്താവ്. God has not given you the spirit of fear, but of courage and mind, a sound mind. നമുക്കറിയാം നമ്പേഴ്സ് ചാപ്റ്റർ 14:1 തുടങ്ങുമ്പോൾ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അവരിത് കേട്ട് ഉറക്കം നിലവിളിച്ച് ആ ജനം ആ രാത്രി മുഴുവനും കരഞ്ഞെന്ന്. It is written in Numbers that when they heard the report, hallelujah, that report caused them, hallelujah, to cry. Hallelujah. It was not the promise that helped them to be strong, but it was the report of that instant that disturbed the camp and caused them to cry and murmur against God's chosen one. അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ശത്രുവിനെ വലുതാക്കി കാണിക്കുന്ന കർത്താവിനെ പുട്ട് ഡൗൺ ചെയ്യുന്ന ആ ശുശ്രൂഷ ഈ ദിവസങ്ങളിൽ അവസാനിപ്പിക്കണം. Let all the ministry which makes the God of, hallelujah, the gods of the flesh great and the God, our God, the living God, small, be stopped in the name of Jesus. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുത പ്രവൃത്തികൾ കണ്ട് സന്തോഷിപ്പാൻ ഈ ദിവസങ്ങളിൽ നമുക്കിടയാകട്ടെ. Amen. Let us rejoice, hallelujah, for the God is going to do great things in our life. Hallelujah. Let us believe in his promises. Let us believe in his words, hallelujah, which is written, and receive it in the name of Jesus Christ. ആ 10 പേര് വന്ന് പറഞ്ഞ ദർശനമില്ലാത്ത ആ 10 പേര് വന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം കരയുകയും ഹല്ലേലൂയ പിന്നെ അവര് പിന്നെ പ്രാകുകയൊക്കെ കർത്താവേ ഞങ്ങളങ്ങ് മരിച്ചു പോയാൽ കൊള്ളാമായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. Amen. It's like the 10 who came and disturbed the camp because they were visionless. Hallelujah. And they gave that kind of report that disturbed, and even the people had to say with their mouth, it was better for me to die. That is unbelief. Hallelujah. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ 14:4 പറയുന്നു നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രൈമിലേക്ക് മടങ്ങി പോവുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു എന്ന് അവിടെ വായിക്കുന്നു. Amen. They even planned to make a leader out of their own so that they can go back to Egypt, the place they came out of slavery. Hallelujah. That was their mindset. Hallelujah. ഓർത്തോണം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ കർത്താവെ അങ്ങ് മരിച്ചു പോയാൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. നിന്റെ നാവിലാ ജീവന്റെ മരണത്തിന്റെ അധികാരം നമ്മുടെ നാവിലിരിക്കുന്ന സദൃശവാക്യം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 18-ാം അധ്യായത്തിൽ കാണുന്നു. Amen. That's why even in our life we should be considerate. That's what is written in the New Testament. Consider the example of the people of Israel while they journey in the land of Egypt, hallelujah, or through the wilderness. Amen. It is the same way. While they said with their mouth that it was better for us to die, hallelujah, we should be considerate, hallelujah, what happened to them in the future. Hallelujah. We should be thoughtful. It is written in the word of God that the word of life and death is in our tongue. You can choose. You can steer your life in the way where you want to go. Whether you want to live, say the word of life. Whether you want to die, repeat the words of death. Hallelujah. It is your choice. And the people of Israel choose their death. Hallelujah. And they all died in the wilderness. എന്നാൽ ദർശനമുള്ള 2 പേരുണ്ടായിരുന്നു. യെഫുന്നയുടെ മകനായ സ്തോത്രം
കാലേബും യോശുവയും. ഹല്ലേലൂയ. അവർ പറഞ്ഞു, ഹല്ലേലൂയ, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ എന്ന്. ഹല്ലേലൂയ സ്തോത്രം. ആ ദേശത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് അത് തരുമെന്ന് അവർ വിശ്വാസത്താൽ ഹല്ലേലൂയ അവർ പറയുവാനിടയായി. Amen. Hallelujah. It is again said, hallelujah, out of the 12, 2 had vision, had the confidence or faith in their God. Hallelujah. And they said, if God desires, hallelujah, God will give us that land. Hallelujah. They believed in the promise. They didn't give an optimism. Hallelujah. They trusted in their God. Hallelujah. They trusted in, hallelujah, in God. Hallelujah. And that's how they replied. Hallelujah. They gave courage to the crowd. Hallelujah. Not like the ill word or, hallelujah, or the pessimist way of saying that, hallelujah, nothing is going to happen. Hallelujah. We are doomed. Hallelujah. Amen. Hallelujah. It is the choice. It is our choice. The words are choice. Hallelujah. It is in our tongue how we chose, what we chose. Hallelujah. It is up to you whether to choose life or whether to choose death. Hallelujah. There is nothing in between. Hallelujah. Amen. Hallelujah. You have to choose life. Hallelujah. That's it. Amen. Hallelujah. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 6:28 പറയുന്നുണ്ട്, ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി എന്തുവാണ്? അവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. Amen. Hallelujah. In John it says that, hallelujah, the greatest thing, hallelujah, or work which a believer or a man in God should do is that you have to believe in your God. വിശ്വാസവളത്തിൽ രണ്ട് തരം ആൾക്കാരുണ്ട്. I mean, faith in the faith realm or in the spiritual realm, there are two kind of people. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. I mean, there is a group of people that live a life that is pleasing to the God. രണ്ടാമത്തെ മാനുഷികമായ അംഗീകാരവും അപ്രൂവലും മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാർ. I mean, next group is a group of people, they want the recognition of this world. Hallelujah. The people should praise them for all the things they do spiritually. 1 യോഹന്നാൻ 4:4 പറയുന്നുണ്ട്, നിങ്ങളിൽ ഉള്ളിൽ വസിക്കുന്നവൻ, ഹല്ലേലൂയ സ്തോത്രം, എന്തുവാണ്? ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. Amen. Hallelujah. In 1 John, നമ്മുടെ വിശ്വാസവും. Hallelujah. Glory. In 1 John 4:4 it says that the one who is in you is greater than one who is in the world. അത് തന്നെയാണ് സ്തെഫാനോസിന്റെ ഉള്ളിലിരിക്കുന്നത്. I mean, that is what was in the heart and in the mind of Stephen. That's why he had that boldness to stand single and say to a crowd of 70 or more than that Jesus is Lord. ഞാൻ ഈ കോർട്ടിലോട്ടൊക്കെ പോകുന്ന കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ എന്നെ പറയും. I mean, when I think that I have to go to a court session, I will be shivering. ഹല്ലേലൂയ. നിങ്ങളറിയണം, ഈ സ്റ്റീഫൻ പോയ കോർട്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു സുപ്രീം കോർട്ട് ഓഫ് USA, സുപ്രീം കോർട്ടിന് തുല്യമായ സന്നിധി സംഘം എന്ന് പറയുന്നത്. I mean, hallelujah. I mean, if the Stephen went to the court of the Sannidhi or the council, hallelujah, it is equivalent to the Supreme Court of USA, where, hallelujah, it was the highest court of that land, hallelujah, and the most prominent people were surrounding, hallelujah, the believer or the one who loved Jesus. വളരെ ധൈര്യമായിട്ട് നിന്ന്, വളരെ കൂളായിട്ട്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, സ്റ്റീഫൻ ഹല്ലേലൂയ അവിടെ ഒരു നല്ലൊരു സുവിശേഷ പ്രസംഗം നടത്തുവാനിടയായി. I mean, he was strong and he had the joy and he was able to give a good discourse. Hallelujah. He was bold enough to give that discourse. അവർ വളരെ കൂളായിട്ടിരുന്ന് കേൾക്കുകയും ചെയ്തു. And they heard the message because God, the Holy Spirit was speaking through him. Hallelujah. Till that entire time. പക്ഷേ അതിന്റെ അവസാനത്തോട്ട് വരുമ്പോൾ നമ്മൾ വായിച്ച പോലെയുള്ള കാര്യം, ഹല്ലേലൂയ സ്തോത്രം, അവരുടെ പേഴ്സണാലിറ്റിയെ ടച്ച് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്കിളക്കം തുടങ്ങി. Amen. But in the end, when the Holy Spirit spoke through Stephen, hallelujah, about their personality, they were struck in their heart and they started. ശാഠ്യക്കാരും ഹൃദയത്തിന് ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവേ, ഹല്ലേലൂയ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറച്ചു നിൽക്കുന്നു. 51. Hallelujah. Amen. Hallelujah. In 7:51 it says, you men who are stiff-necked and uncircumcised in the heart and ears are always resisting the Holy Spirit, you are doing just as your fathers did. ഞാൻ മുമ്പേ ജോൺ വെസ്ലിയുടെ ഹല്ലേലൂയ കണ്ട സഹോദരന്മാരെ, അവരുടെ മുഖം സൂര്യനെ പോലെ
ഇരുന്ന അന്ന് ഹല്ലേലൂയ അന്ന് അവർ കാണുവാനിടയായി. I mean, in the story regarding John Wesley and the Moravian brothers, where they traveled, hallelujah, in that storm, hallelujah, it was shared, and in that story that their face shone like the sun, hallelujah, even in the midst of the storm, hallelujah. Likewise, here we see Stephen's face was also shining like the, hallelujah, like the sun. അപ്പോസ്തലപ്രവൃത്തി 6:16 അത് തന്നെയാണ്. ഹല്ലേലൂയ, സ്റ്റീഫന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. I mean, hallelujah, it is said in Acts 6:16. In Acts 6:16 that 6:15 it Yeah. says that, hallelujah, his face shined like the face of an angel, hallelujah. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ മുഖം I പ്രകാശിക്കും. mean, if the spirit of the Lord is in you, hallelujah, your face shall Hallelujah. shine like an angel. മറ്റുള്ളവർ നിന്നെ കാണുമ്പോൾ നീ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവർ നിന്നോട് ചോദിക്കുന്നു നിനക്ക് എന്തോ പറ്റിയെന്ന്. I mean, others will see and ask you, hallelujah, why are you different, hallelujah. You don't have to go after others, they will come after you. ഹല്ലേലൂയ. ആ ഹൈ പ്രീസ്റ്റ് ചോദിച്ച ചോദ്യം, ആർ ദീസ് തിങ്സ് സോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, സ്റ്റീഫൻ വളരെ കൂളായിട്ട് പറഞ്ഞത്, ഹല്ലേലൂയ, സഹോദരന്മാരും, ഹല്ലേലൂയ, ബ്രദേഴ്സ്, അല്ലെങ്കിൽ പിതാക്കന്മാരോ പുരുഷന്മാരെ എന്നും പറഞ്ഞാണ് വളരെ സൗമ്യതയോടെ തുടങ്ങിയത്. I mean, hallelujah, when the high priest asked, are these things so? Are these things so means, hallelujah, the allegations, the accusation that was raised against Stephen, hallelujah. The high priest asked him, are these things so? When they questioned him, hallelujah, Stephen was able to gently give them the answer, you brethren, and he started the discourse. ഒന്നാമത്തെ വിഷയം, യേശുക്രിസ്തു എങ്ങനെ ദൈവപുത്രനാകും? അവര് ചോദിക്കുന്നത് മാനുഷികമായിട്ട് ശരിയാണ്. കാര്യം യേശുക്രിസ്തുവിനെ ഞങ്ങൾ കൊന്നല്ലോ, ഒരു ദൈവത്തെ ഞങ്ങൾക്ക് എങ്ങനെ കൊല്ലാൻ പറ്റും? I mean, they asked a logical question, how can Jesus be the Son of God? Hallelujah, because we killed him, hallelujah, how can he be the Son of God? യേശുക്രിസ്തുവിനെ എന്നിട്ട് അടക്കുകയും ചെയ്തു. And we even had buried him, hallelujah, and sealed his tomb. How can he be the Son of God? പക്ഷേ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ വിഷയം വന്നപ്പോൾ അവർ കള്ളത്തരം പറഞ്ഞ്, ഹല്ലേലൂയ, പൈസ കൊടുത്ത് കള്ളത്തരം പ്രചരിപ്പിക്കുവാനിടയായി. I mean, but when the time of resurrection come, hallelujah, they bribed the soldiers, hallelujah, and turned the truth into lies and spread that lies among the crowd, hallelujah, so that none will believe that there happened a resurrection. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ ഒരു റാൻസം പേയ്മെന്റ് നടത്തണമെങ്കിൽ, ഈ പാപത്തിന്റെ പരിഹാരം നടത്തണമെങ്കിൽ ദൈവത്തിനല്ലാതെ ഒരു മനുഷ്യർക്കും ഇത് പേ ഓഫ് ചെയ്യാൻ കഴിയത്തില്ല. I mean, last week we heard about, hallelujah, what was the price, hallelujah, that needs to be paid for our sin. A ransom should be paid, and who can pay that ransom for our sin? It was only God, hallelujah. And how did he pay it? He paid it through his son, hallelujah, the son dying on the cross, hallelujah. The blood of Jesus was the ransom for our sin. കാരണം അത് ഇൻഫിനിറ്റ് എമൗണ്ട് ആണ്. I mean, because the amount was not be able to be paid by anyone on this earth, because it is infinitive. ഇൻഫിനിറ്റ് ഗോഡിന് മാത്രമേ പറ്റത്തുള്ളൂ, ഒരു മനുഷ്യന് ഇൻഫിനിറ്റ് അല്ല. അതുകൊണ്ട് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ദൈവത്തിന് മാത്രമേ അത് കൊടുക്കുവാൻ പറ്റത്തുള്ളൂ. Uncontained God can only pay that needs to be paid, because infinity was the amount. ദൈവമാകുന്ന കർത്താവ് ഒരു മനുഷ്യനായിട്ട് തന്നെ വന്ന്, ഹല്ലേലൂയ, ആ പ്രവൃത്തി ചെയ്യുവാനിടയായി. Amen. Hallelujah. For the sin of man, God himself had to send his son to come as a man, or hallelujah, human being on this earth, hallelujah, and die on the cross and pay the price, hallelujah, as his own blood was shed for our sins. ആദ്യകാലത്ത് എതിരായിട്ട് നിന്ന പൗലോസ്, ഇതിനെതിരായിട്ട് നിന്ന പൗലോസ് പിന്നെ, ഹല്ലേലൂയ, സ്തോത്രം, അത് പിന്നെ പറയാനിടയെ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് കർത്താവ് ദൈവമെന്ന് തന്നെ നിശ്ചയിച്ച് എഴുതുവാനിടയായി. The one who said to Jesus that you should not die, hallelujah, he did not believe it, hallelujah, but after resurrection he believed and said, hallelujah, because, hallelujah, you have risen from the grave, hallelujah, you shall be called God. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 10:30 വായിച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ട്, I and my Father are one. ഹല്ലേലൂയ, സ്തോത്രം. I mean, John, it says that I and my Father are one. 10:30. In John chapter 10 verse 30 says that, hallelujah. ഞാനും പിതാവും ഒന്നാകുന്നു. Amen. And John 10 verse 30 says, hallelujah, I and the Father are one.
ഹല്ലേലൂയ. അതിന്റെ മേലോട്ടൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നിങ്ങളോ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. കണ്ടോ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ഹല്ലേലൂയ. I mean, my sheep hear my voice, and I know them, and they follow me, and I give eternal life to them, and they will never perish, and no one will snatch them out of my hand. ഇവര് അവരുടെ ഹാർഡ് ഹാർട്ട് കൊണ്ടാണ് അവർ വിശ്വസിക്കാത്തത്. I mean, because of the hardening of their heart, they did not believe that Jesus is, hallelujah, their shepherd. അത് പറഞ്ഞപ്പോ എന്തോ ചെയ്തു, അവര് കുറെ കല്ലെടുത്തെന്ന് തോന്നുന്നല്ലേ. I mean, when Stephen said that, hallelujah, about their sin, hallelujah, they were pricked in their heart, and they started to take him out and stone him. പിന്നെ കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഏത് പ്രവൃത്തി ദിവസം നിങ്ങൾ എന്നെ കല്ലെറിയുന്നെന്ന് ചോദിക്കുന്നു അവിടെ. Oh, it's about Jesus, hallelujah. When Jesus said that you don't believe, hallelujah, the Pharisees and the Sadducees, or the people of that time, took stone to throw him out. Jesus asked them, for what deed are you going to stone me? 33 പറയുന്നു, എൻ്റെ ജോൺ ചാപ്റ്റർ 10:33 പറയുന്നു, യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവദൂഷണം നിമിത്തം നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ട് അത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയാൻ എന്ന്. I mean, I showed you many good works from the Father. For which of them are you stoning me? The Jews answered him, for a good work we do not stone you, but for the blasphemy, and because you, being a man, make yourself out to be God. എന്നാലോ ചില യഹൂദന്മാർക്ക് കർത്താവ് ദൈവമാണെന്നുള്ള മനസ്സിലാക്കുവാനിടയായി. അതിന്റെ പിന്നിലത്തെ അധ്യായം നോക്കുമ്പോൾ അറിയാം. അത് നമ്മൾ നേരത്തെ ഷെയർ ചെയ്താന്ന് തോന്നുന്നു. ഹല്ലേലൂയ. കുരുടനായ ഒരു മനുഷ്യൻ. ഹല്ലേലൂയ, സ്തോത്രം. I mean, hallelujah, for these Jews, they were not ready to accept, hallelujah, but the Jews who were touched by Jesus and his good deeds, hallelujah, hallelujah, they received Jesus as their God. Hallelujah. ആ കുരുടൻ എൻ്റെ കണ്ണൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ മഹാപുരോഹിതന്മാരും എല്ലാവരും കൂടെ വിളിച്ച് ചോദിച്ചു, നീ ഹല്ലേലൂയ ആ മനുഷ്യൻ ആരാന്ന് ചോദിച്ചു, പറഞ്ഞു അതൊരു പ്രവാചകനാണെന്നാ പറഞ്ഞത്. പക്ഷെ പിന്നത്തേയിൽ ഹല്ലേലൂയ 9 ചാപ്റ്റർ, ജോൺ ചാപ്റ്റർ 9 ലാസ്റ്റിൽ കാണുമ്പോൾ കർത്താവിനെ കണ്ടിട്ട് ചോദിക്കും, ഞാൻ ആര് എന്ന് നീ വിശ്വസിക്കുന്നു ചോദിക്കുവാനിടയായി. I mean, hallelujah, in John chapter 9 was last, it says about the blind man. Hallelujah. When Jesus asked the blind man, who are you? I mean, hallelujah, the blind man replied, hallelujah, initially by saying that he thought he was a prophet, but later he says that you are the son of the living God. അവസാനത്തെ ചാപ്റ്റർ വായിക്കുമ്പോൾ അറിയാം, അവനെ പുറത്താക്കി, പള്ളിയിൽ നിന്ന് പുറത്താക്കി. I mean, because the blind man came to the reality check, hallelujah, when he came to the understanding that Jesus is God, and he proclaimed that truth among the people or his brethren in the synagogue, hallelujah, he was pushed out of that group or synagogue. കർത്താവ് കേട്ടിട്ട് ചെന്ന് ചോദിച്ചു, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. I mean, again Jesus, when he heard that he was pushed out or thrown out of that synagogue, he came to that blind man who was blind once but healed. Hallelujah. Asked him, hallelujah, I mean, do you believe in the Son of God? ഹല്ലേലൂയ, സ്തോത്രം. അയ്യോ, ഞാൻ വിശ്വസിക്കാമേ, അവൻ ആരാവും, എന്നെ ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഇപ്പോൾ നിന്നോട് സംസാരിക്കുന്നവനെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം എന്ന് പറഞ്ഞു. Amen, hallelujah. He replied and said that, who is he? Hallelujah. And said that I may believe in Jesus, and said, you have both seen him, and he is the one who is talking with you. ആ യഹൂദൻ അവനെ വീണ അവിടെ വർഷിപ്പ് ചെയ്യാനിടയായി. I mean, that the man, hallelujah, fall down and worship Jesus. ഹല്ലേലൂയ. അതുകൊണ്ട് അന്ന് കർത്താവ് പറഞ്ഞു, കാണാത്തവൻ കാണുവാനും കാണുന്നവൻ കുരുടനാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഈ ലോകത്തിൽ വന്നുവെന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ, സ്വന്തനോട് വായിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. Amen, hallelujah. And Jesus said, for judgment I came into this world, so that those who do not see may see, and those who see may become blind. ഇവിടാണ് അവന്റെ രണ്ടാം കണ്ണ് തുറക്കുന്നത്, വീണ്ടും അവന്റെ കണ്ണ് തുറക്കുന്നത്. Amen, hallelujah. Here was the place where his inner eyes was open, hallelujah, so that he saw Jesus. And when his inner eyes was open, he worshipped Jesus. That happens to everyone whose inner eyes opens. Hallelujah. ദൈവമക്കളെ, നമ്മുടെ അകത്തെ കണ്ണ് തുറക്കാത്തിടത്തോളം കാലം കർത്താവിനെ നമുക്ക് യഥാർത്ഥമായി ആരാധിക്കാനോ സ്തുതിക്കുവാനോ കഴിയത്തില്ല. I mean, unless our inner eyes are not open, hallelujah, we cannot worship Jesus and in the truest form, hallelujah, as we ought to. ഹല്ലേലൂയ. സ്തെഫാനോസും ഹല്ലേലൂയ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം,
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ്റെ ഉള്ളിൽ വന്നപ്പോൾ അവൻ ആളുമാറി. അവനും യഹൂദനായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവന് ഹല്ലേലൂയ സ്തോത്രം ശക്തിയോടെ യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് തെളിയിക്കുവാനിടയായി. Amen. Hallelujah. Stephen was an ordinary man. Hallelujah. But when the Spirit of the Lord entered into him, hallelujah, as it is said, hallelujah, he was able to defend, hallelujah, that Jesus Christ is the Lord God, hallelujah, who rose from that grave, hallelujah. And he was able to defend in front of the highest court in that land. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ അവർ കോപപരിശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു. ആമേൻ. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഹല്ലേലൂയ. Amen. Hallelujah. When he said this, what happened to them is that when they heard this, they were cut to the quick and they began gashing their teeth at him. But being full of the Holy Spirit, he gazed intently into heaven and saw the glory of God and Jesus standing at the right hand of God. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവർ ഉടനെ പല്ല് കടിച്ച് അവരെ കല്ലെറിഞ്ഞു കൊല്ലുവാനിടയായി. Amen. And Stephen, what he saw in heaven, hallelujah, he shouted and said to that council, hallelujah, behold, I see the heavens opened up and the Son of Man standing at the right hand of God. ഹല്ലേലൂയ. അവനെ തള്ളി പാളയത്തിനപ്പുറത്ത് വിട്ട് ഹല്ലേലൂയ കല്ലെറിഞ്ഞു കൊന്നു. ഹല്ലേലൂയ. കർത്താവ് കഷ്ടമനുഭവിച്ചതുപോലെ പാളയത്തിനപ്പുറത്ത് നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചതുപോലെ ഒരു ആദ്യമായി ഒരു മാർട്ടർ, ഹല്ലേലൂയ സ്തോത്രം, ഒരു ഹല്ലേലൂയ സഭയുടെ ആദ്യത്തെ ഹല്ലേലൂയ രക്തസാക്ഷിയായി തീരുവാനിടയായി. Amen. And just like Jesus suffered, hallelujah, and he suffered outside the camp, likewise the first martyr Stephen also suffered. He was thrown out of the city and stoned, hallelujah. And before that he saw the vision that he saw the Son of Man whom he preached in that council standing at the right hand of God. നമുക്കും ഇതുപോലുള്ള ടെസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും കർത്താവിനെ തള്ളിപ്പറയരുത്. I mean, when test comes in our life, hallelujah, we should not forsake, hallelujah, or deny Christ Jesus, but we should be bold, hallelujah, to walk the words where Jesus promised, hallelujah. Hold on to it. Be bold, be strong, rejoiceful, with all joy, hallelujah, able to contend and give defense at the right time when the Holy Spirit comes upon you. വേണമെങ്കിൽ സ്തെഫാനസിന് വേണമെങ്കിൽ എക്സ്ക്യൂസ് പറയായിരുന്നു. I mean, Stephen can make an excuse and come out of that കോർട്ടിൽ problem. വേണേൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ അറിയാതെ പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കറിയത്തില്ല പറഞ്ഞു വേണേൽ രക്ഷപ്പെടാമായിരുന്നു. I mean, Stephen can make that excuse and say that I didn't know, I don't know, I might have made a mistake, and likewise come out of that issue. ഞാനിങ്ങനെ ചില മെസ്സേജ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില പണ്ടൊക്കെ ഈ ഡെത്ത് സെൻറ്റൻസിന് വിധിക്കുന്നതിന് മുമ്പ് മരിക്കാനായിട്ട് കൊല്ലാനായിട്ട് ഒരുക്കുന്നതിന് മുമ്പ് ബൈബിളിലെ ഏതെങ്കിലും ഒരു വാക്യങ്ങൾ അല്ലെങ്കിൽ സങ്കീർത്തനത്തിലെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വായിക്കാനായിട്ട് കാണാതെ പറയാനായിട്ട് അവർക്കൊരു അവസരം കൊടുക്കും. I mean, earlier when a man is given a death sentence at the last stage of his life, hallelujah, he's given a wish, and one of the wish would be that he could read, or someone can read the word of scriptures, hallelujah, and he can speak it out. എനിക്കൊന്നും കത്തോലിക്ക സഭയിലെ ഒരു പ്രീസ്റ്റാന്ന് തോന്നുന്നു. പുള്ളിക്കാരന് സത്യം പറഞ്ഞപ്പോൾ ഈ മാർട്ടിൻ ലൂതറിന്റെ മാതിരി ഒക്കെ ഹല്ലേലൂയ ജോൺ ഹസിന്റെ മാതിരി പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരനോട് പറഞ്ഞു, നീ സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞ പുള്ളിക്കാരൻ കൊച്ചിലെ പഠിച്ച 119 സങ്കീർത്തനം വായിക്കാൻ തുടങ്ങി. Amen. Hallelujah. The person when the last sentence, hallelujah, what he did is that, hallelujah, he used the word of God, and he used the Psalms 119, which he learned at his childhood, hallelujah, and he spoke that verse, that chapter, hallelujah, to the crowd. 3-2 കാണാതെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ നിർത്തിയിട്ട് അവനെ ഫ്രീ ആക്കി, ശിക്ഷ കൊടുത്തില്ല. Amen. Hallelujah. But when he said about 2/3 of the verses, hallelujah, what happened is that they stopped the death sentence and gave him freedom. യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞിരുന്നെങ്കിൽ സ്തെഫാനസിനെ കൊല്ലത്തില്ലായിരുന്നു. I mean, if Stephen had denied Jesus Christ, they would not have killed Stephen, and his life would have been remained. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള സുവിശേഷന്മാർ എഴുന്നേൽക്കട്ടെ. കർത്താവ് അതിനായിട്ട് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ Let God's people arise who will stand for Jesus till the end. Hallelujah. Let God help us with these words. Hallelujah.